I2I ന്യൂസ് ഇമ്പാക്ട്. ജവാദിനെ വെറുതെ വിട്ട് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം സർക്കാരിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എസ് സവാദ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം വിരമിക്കാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ PS എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്ന VD സതീശനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു AI ചിത്രമടങ്ങുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കുറ്റം. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വന്നു. എസ് ജവാദ് സുബൈർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം വിരമിക്കാൻ വേണ്ടി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിനു മുൻപ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് KSRTC ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് മുഖ്യമന്ത്രി VD സതീശനെ മോർഫ് ചെയ്ത് അപമാനിച്ചെന്ന രീതിയിലാണ് ആ സസ്പെൻഷൻ വന്നത്. അത് പൂർണ്ണമായും ശരിയായിരുന്നു. ആ സസ്പെൻഷൻ ശരിയായ നടപടിയാണെന്ന് I2I ന്യൂസ് പറഞ്ഞു. ഒപ്പം തന്നെ എസ് ജവാദ് സുബൈറിന് എതിരായി എടുത്ത സർക്കാർ നടപടി തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഈ ജവാദ് സുബൈർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയർ ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ് എന്താണ് അതിൽ ഇത്ര കുറ്റം? അതൊരു AI പോസ്റ്റ് അല്ലേ? മുഖ്യമന്ത്രി എന്തിനാണ് അങ്ങ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? ആ ഒരു പോസ്റ്റിനകത്ത് എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്ന കാര്യം? V= വെറും D= ഡയലോഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിൽ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം, അതിലെന്താണ് അങ്ങേക്ക് ഇത്രമാത്രം വേദനിക്കുന്നത്? ഒരു സ്വർണത്തിന്റെ കിടക്കയ്ക്ക് മേൽ ഇങ്ങനെ സതീശൻ കിടക്കുന്നതായിട്ടുള്ള ഒരു AI രൂപം മാത്രമാണ്, ഒരു കാർട്ടൂൺ പോലുമല്ല. അതിനെ ഒരു കാർട്ടൂൺ പോലുമായി കാണാൻ കഴിയില്ല. അങ്ങ് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയാറില്ലേ, ഞാനൊരു നെഹ്റുവിൻ സോഷ്യലിസ്റ്റാണ്, നെഹ്റുവിന്റെ സോഷ്യലിസം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് താൻ, തന്റെ മൂല്യം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ സോഷ്യലിസമാണെന്ന് അങ്ങ് നാഴികയ്ക്ക് 40 വട്ടം പറയില്ലേ? ആ നെഹ്റുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർട്ടൂണുകളെ ഇഷ്ടപ്പെട്ടയാൾ. ആ നെഹ്റുവാണ് ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റുകളെ ആദരിച്ചയാൾ. ആ ഒരു പാരമ്പര്യം താങ്കൾ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ ഒരു കാർട്ടൂണിനോട് പോലും താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഒരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്ത് അയാളുടെ ഭാവി ജീവിതം, അയാൾക്ക് വേണ്ടി ഇനിയും പെൻഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യം 100 കൂട്ടം നൂലാമലകളാണ്. എന്തിനാണ് അങ്ങ് അത്തരമൊരു ചതി അദ്ദേഹത്തോട് ചെയ്തത്? I2I ന്യൂസിന്റെ ഇടപെടൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. എസ് ജവാദ് സുബൈറിന് എതിരായിട്ടുള്ള നടപടി മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിച്ചിരിക്കുകയാണ്. ഇതാണ് ജനാധിപത്യപരമായിട്ടുള്ള നടപടി. ഇതാണ് ജനാധിപത്യത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രതിനിധിയുടെ ഇടപെടൽ. ഇങ്ങനെ വേണം ഇടപെടാൻ. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ഒരു പോസ്റ്റ് ഒരു തരത്തിലും ഉള്ള അവഹേളനം ഉണ്ടായതായി തോന്നുന്നില്ല. ഒരുപക്ഷെ അത് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടതാവാം. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിശദീകരണം, ജവാദിന് എതിരായിട്ടുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരണം, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നടത്തിയ ഒരു നടപടിയല്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഒരു പരാതിയുടെ പേരിൽ, ഒരു പോലീസ് പരാതിയുടെ പേരിൽ ലഭിച്ച ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ജവാദ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി യാതൊരു ബന്ധവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ കാണിച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിലെ ജനാധിപത്യത്തിലെ ഇടപെടൽ. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന നടപടിയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുന്നത് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ കാണിച്ചിരിക്കുന്നത്. അതിന് നിമിത്തമായത് I2I ന്യൂസ് ആണെന്ന് പറയേണ്ടി വരും. ഞങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടലാണ് ജവാദ് സുബൈറിന്റെ എതിരായിട്ടുള്ള നടപടി പിൻവലിക്കാൻ കാരണമെന്ന് ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. I2I News, an eye for truth. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.